ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ സ്വാഗതം പറഞ്ഞപ്പോൾ കണ്ടോ, ചാർലു വാലിട്ടാട്ടിയ ചെടിയുടെ പൂവെല്ലാം തെറിപ്പിക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞ് പരിസരമൊക്കെ അങ്ങ് ചവറ് പോലെ അങ്ങായി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ചെളിയൊക്കെ കെട്ടി അങ്ങ് അഴുക്ക് ഒരുമാതിരി അങ്ങായി. അപ്പം ഞാൻ വിചാരിച്ച് നമ്മുടെ പരിസരമൊക്കെ ഒന്ന് ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാമല്ലോ. അപ്പം നോക്കുമ്പോൾ നമ്മുടെ ലൗലോലിക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു റെഡ് കളർ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ലൗലോലിക്കൊക്കെ അങ്ങും ഇങ്ങും ഒക്കെ നല്ല റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ ഉള്ള 3-4 ഞാൻ പിച്ചി എടുത്തു കേട്ടോ. ഈ ലൗലോലി കാണുമ്പോൾ നിങ്ങൾക്ക് പണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളിത് ഒരുപാട് ബാഗിൽ വെച്ചുകൊണ്ട് പോകും കേട്ടോ. എന്നിട്ട് സ്കൂളിൽ ക്ലാസ്സിൽ ഇൻ്റർവെല്ല് സമയമൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പും കൂട്ടി കഴിക്കുമായിരുന്നു. അങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് പുളി പറ്റുന്നില്ല, ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഏട്ടൻ പെട്ടെന്ന് ഒരെണ്ണം എടുത്തോട്ടെ. ഞാൻ പറഞ്ഞു നിൽക്ക് വീഡിയോ എടുക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് പാവം വെച്ചിട്ട് പോയി. അപ്പോൾ നമ്മുടെ മഴയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള ചെടികളും എല്ലാം നശിച്ചൊരു വല്ലായിക പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ പടർത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് കായുണ്ടായിരുന്നു, ഇപ്പം പൂത്ത് വരുന്നതേ ഉള്ളൂ. അതുപോലെ പയറും പാവലും ഒക്കെ ഉണ്ട്, എല്ലാം അഴുകിപ്പോയി. ഒരുപാട് വെള്ളം കഴിയുമ്പോഴത്തേക്കും ചപ്പായി പോകുമല്ലോ, അങ്ങനെ കുറേയൊക്കെ അങ്ങ് പോയി. പിന്നെ അങ്ങും ഇങ്ങും ഒക്കെ നിൽക്കുന്ന കുറച്ച് പേരെയൊക്കെയാണ് ഞാനിപ്പം കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ചിലർക്കിത് കാണുന്നത് ഒരു സന്തോഷമാണ്. എനിക്ക് ഒരു കാ പിടിക്കുന്നതായാലും എനിക്കിതൊരു വളരെ എന്താണെന്ന് അറിഞ്ഞില്ല, ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മഴയൊക്കെ പെയ്ത് ഇവിടെ ഒരേ ഒരു മൂട് ചീനിക്കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചുമ്മാ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ 1.5 വർഷം കൊണ്ട് അതിങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇത് പിഴേണ്ട ടൈമെല്ലാം കഴിഞ്ഞ് പോയിട്ടും അതിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ മഴയൊക്കെ പെയ്ത് ഈ മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ചീനി കണ്ടപ്പോൾ എനിക്ക് അതിഭയങ്കരമായ സന്തോഷമായിരുന്നു. അയ്യോ, ഒരു മൂട് വെച്ചിട്ട് ഇത്രയും കായ്ച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല നീളവും മണ്ണും ഒക്കെയുള്ള ചീനിയൊക്കെ കണ്ടപ്പോൾ നല്ല ഒരു സന്തോഷം തോന്നി. അപ്പോൾ ഇന്നിത് കറി വെക്കാമല്ലോ എന്നൊക്കെ വെച്ച് രാത്രി ഇതെല്ലാം ക്ലീൻ ചെയ്ത് വേവിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് കശർപ്പൻ ചീനിയാന്ന് കേട്ടതേ ഞാൻ ഡൗണായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കശർപ്പൻ ചീനി എന്ത് ചെയ്യും, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്തെങ്കിലും അറിയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ.